ഓരോ മാതാപിതാക്കൾക്കും ദൈവം നൽകുന്ന വലിയ ഒരു വരദാനമാണ് മക്കൾ. ഈ മക്കൾ പ്രത്യേകിച്ചും ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ അത് കൂടുതൽ ദൈവത്തിന് വിശ്വസ്തരായ മാതാപിതാക്കളെയാണ് അവരെ ഏൽപ്പിക്കുക. കാരണം ഈ കുഞ്ഞുങ്ങളെ നന്നായി വളർത്തണമെങ്കിൽ നല്ല അധ്വാനവും ത്യാഗവുമൊക്കെ ആവശ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പരിവർത്തനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പരിവർത്തനത്തിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ, അഡ്വാൻസ്ഡ് ലൈഫ് കോച്ച് മിസ്റ്റർ ജസ്റ്റിൻ തോമസ് നമ്മോടൊപ്പം ചേരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഗൗരിക്കുട്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. ഇന്ന് ഗൗരിക്കുട്ടിയാക്കി ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഈ കുഞ്ഞിനെ വളരെ മനോഹരമായി വളർത്തുന്ന പാരൻസിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. മിസ്റ്റർ പ്രദീപ് ആൻഡ് മിസ്സസ് ആശ പ്രദീപ് ഗൗരിക്കുട്ടിയോടൊപ്പം ചേരുന്നു. വെൽക്കം ടു ദ ഷോ. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് സാക്രിഫൈസ് എന്നുള്ളത്. ഇത് യൂഷ്വലി നമ്മൾ ഒരു സ്പിരിച്വാലിറ്റി ബേസിലാണ് നമ്മൾ ഈ ത്യാഗത്തിനെ കുറിച്ച് കേട്ടേക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് ഒരു സാക്രിഫൈസ് എന്ന ടേമിന് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇത് സ്പിരിച്വാലിറ്റി ബേസ്ഡാണ് കേട്ടത് എന്നാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ നിറഞ്ഞത് എന്നുള്ളതാണ്. മനുഷ്യന് നന്മയ്ക്ക് ഉതകുന്ന കാര്യങ്ങളാണ് എന്ത് സ്പിരിച്വാലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാക്രിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കാവുന്ന ചില കാര്യങ്ങൾ, എനിക്ക് കിട്ടാവുന്ന ചില കാര്യങ്ങൾ ഞാൻ വേണ്ടെന്ന് വയ്ക്കുന്ന ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമായിരുന്ന സമയം ഞാൻ വേറെ ചില ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. എനിക്ക് ഭക്ഷിക്കാമായിരുന്ന ഒരു കാര്യം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് വേണ്ട എന്ന് വെക്കുന്നു. എനിക്ക് പോകാമായിരുന്ന ഒരു സ്ഥലത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പോകാതിരിക്കുന്നു. എനിക്ക് സ്വന്തമായിട്ട് അനുഭവിക്കാമായിരുന്ന ചില കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ വിശാലമായിട്ടുള്ള ഒരു അർത്ഥതലമുള്ളതാണ് സാക്രിഫൈസ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതൊരു ത്യജിക്കലാണ്. ആ ത്യജിക്കൽ എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ത്യജിക്കലാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഗൗരിക്കുട്ടിയെ എല്ലാവരും പരിചയപ്പെട്ട് കാണും. ഈ ഗൗരിക്കുട്ടിയെ ഇത്രയും പോസിറ്റീവായി ആക്കിയത് നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർ നിങ്ങളെയും തീർച്ചയായിട്ടും കാണണം എന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ രണ്ട് അപ്പനും അമ്മയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു കൈയടി കൊടുത്തു. അതെ, തീർച്ചയായിട്ടും. അപ്പം സാറ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ സെക്യൂർ വാല്യൂ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ കേരള ഹെഡായി വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, മോളെ ഇത്രയും സ്നേഹത്തോടെ എന്താ പറയുക ലാളനയോടെയൊക്കെ കൊണ്ടുപോകാൻ എന്താണ് പ്രചോദനമായത്? എങ്ങനെയാണ് ഇത് പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മാഡം കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് ദൈവം ഇങ്ങനെ നോക്കുന്ന ആൾക്കാരുടെ കൈകളിൽ ഇങ്ങനെയുള്ള കുട്ടികളെ കൊടുക്കുകയുള്ളൂ. അപ്പം ആ ഒരു ബോധ്യമുണ്ട്. അതെ അതെ അതെ, തീർച്ചയായിട്ടും അതുണ്ട്. പിന്നെ നമുക്കിതൊരു യാതൊരു ബുദ്ധിമുട്ടായിട്ടും നമുക്ക് തോന്നിയിട്ടില്ല കുട്ടിയെ നോക്കാനായിട്ട്. നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കുഞ്ഞിനെ നോക്കുന്നത്. അത് ശരിക്കും നമുക്ക് അത് കണ്ടാലും മനസ്സിലാവും, അല്ലേ? തീർച്ചയായിട്ടും ഗൗരിക്കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ മോൾക്ക് ഒരു ഡിസബിലിറ്റി ഉണ്ടെന്ന് ഇത് ജനിക്കുന്നതിന് മുൻപേ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇല്ലെങ്കിൽ അതിന് ശേഷമാണ് അറിഞ്ഞത്? എങ്ങനെയാണ്? ഞങ്ങളത് ജനിച്ചതിന് ശേഷമാണ് അറിയുന്നത്. ഓക്കെ, അത് ജനിച്ചതിന് ശേഷം കുറച്ച് നാളുകൾ കൊണ്ടാണ് ഞങ്ങൾ മോക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അറിയുന്നത്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അറിയാമായിരുന്നു. അപ്പം ഒരു സുപ്രഭാതത്തിൽ ഡോക്ടർ ഇങ്ങനെ പെട്ടെന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞ്, അങ്ങനെ ഒരു ഷോക്ക് നമുക്ക് കിട്ടില്ല. ഓരോ ദിവസം മോക്ക് പല പല ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത് ഒരു 6 months ഒക്കെ ആയപ്പോഴത്തേക്കും ഡോക്ടർ പറയായിരുന്നു ഒരു സർജറി നമുക്ക് ആവശ്യമുണ്ട്. അന്നും മോൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സർജറി ഒരു 6 months ഉള്ളപ്പോൾ മോക്ക് ചെയ്തു. അതിനുശേഷം മോളൊരു 1 വയസ്സായിട്ടും 2 വയസ്സായിട്ടും നടക്കാത്ത ഒരു ഇത് വന്നപ്പോഴാണ് വീണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, മോൾ നടക്കില്ല, അങ്ങനെ ഒരു ഇതിലേക്ക് ഞങ്ങൾ അറിയുന്നത്. ഇപ്പം ഇത് ചേച്ചി പറഞ്ഞതുപോലെ പല പാരൻസും
ചിലപ്പം ജനനത്തോടെ ആയിരിക്കും അറിയുന്നത്, ഇല്ലെങ്കിൽ നേരത്തെ തന്നെ ഡോക്ടേഴ്സ് പറയും. ഏത് കേസ് ആയിക്കോട്ടെ, നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണ് ഒരു കുഞ്ഞിന് ജീവിതത്തിലേക്ക്, അല്ലേ? അപ്പോൾ ഇങ്ങനെ എല്ലാ പാരൻസും എക്സ്പെക്ട് ചെയ്യണം ചില കാര്യങ്ങൾ, അല്ലേ? നമ്മുടെ കയ്യിലല്ല കാര്യങ്ങൾ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഈ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സൈക്കോളജിക്കലി ഹൗ ദേ ഷുഡ് ബി പ്രിപ്പയർഡ് ടു അക്സെപ്റ്റ് എ ചൈൽഡ്, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും? തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് നോർമൽ രീതിയിൽ ഡോക്ടേഴ്സിന് 100% ഒരു ഉറപ്പുണ്ട്, ഒരു ഡിസബിലിറ്റി ഉണ്ടാകുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നോർമലി പറയാറുണ്ട്. തുടക്കത്തിൽ തന്നെ എന്താണ്, ഗർഭാവസ്ഥയിൽ തന്നെ പറയും. പക്ഷേ ചില കേസുകളിൽ, പ്രത്യേകിച്ച് ഗൗരിക്കുട്ടിയെ പോലുള്ളവരുടെ കേസുകളിൽ അത് പറയണമെന്നുള്ള നിർബന്ധമില്ല. കാരണം അത് ഗ്രാജുവലി ആണ് എന്താണ് അത് സംഭവിക്കുന്നതും. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായൊരു ധാരണ പല ടെസ്റ്റുകളിൽ കൂടിയും ഡോക്ടേഴ്സിനെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് പിന്നീട് പറയുകയും ചെയ്യും. അപ്പം ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതല്ലെങ്കിൽ എന്താണ് പിന്നീടാണ് അത് അറിയുന്നതെങ്കിലും, നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നത് അത് നമ്മൾ സ്നേഹം പങ്കുവെച്ചപ്പോൾ നമുക്കുണ്ടായ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി കൊടുക്കുന്നൊരു ജീവനാണത്. ആ ജീവന് വലിയ മഹത്വമാണുള്ളത്. ചില സ്ഥലങ്ങളിലൊക്കെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അബോർഷൻ എന്ന് പറയുന്ന കാര്യം, അല്ലെ? ഇപ്പം കൊച്ചിൻ്റെ ഡിസബിലിറ്റി ഉണ്ട്, അബോർഷൻ നടത്തണം എന്നൊക്കെ പറയുന്ന നേരത്തെ ഡോക്ടേഴ്സ് പറയുമ്പോൾ ഓക്കെ. പക്ഷേ എനിക്കറിയാവുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്, അവർ പറയുന്നൊരു കാര്യം, ഇതെൻ്റെ കുഞ്ഞാണ്, എൻ്റെ കുഞ്ഞിന് ഡിസബിലിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അവളെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവനെ സ്വീകരിക്കും, കാരണം എൻ്റെ കുഞ്ഞാണ്, എൻ്റെ രക്തത്തിൻ്റെ ഭാഗമാണ് ഈ കുട്ടി. ഈ ഒരു മനോഭാവം ആണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഞാൻ ലൈംഗികമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നു, എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഹസ്ബൻഡ്, ആ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ സ്നേഹം പങ്കുവച്ചതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കുട്ടി, ആ ഉണ്ടാകുന്ന കുട്ടി ഒരു ജീവനാണ്. ആ ജീവൻ എന്ന് പറയുന്നത് ഏറ്റവും വിലയുള്ള ഒന്നാണ് എന്നുള്ള ബോധ്യം. ഇനി മറ്റൊരു കാര്യം, ലോകത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആൾക്കാരാണ്. ഇതൊരു വസ്തുതയാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു കൊച്ചുമിടുക്കിയാണ് 10ാം ക്ലാസ്സുകാരി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്, അത് ഗൗരിക്കുട്ടി. ഓക്കെ, ഈ ഒരു ടാലന്റ് ലോകത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യമാണ്, അതൊരു വലിയ പുണ്യപ്രവൃത്തി കൂടിയാണ്. അപ്പോൾ എല്ലാ മാതാപിതാക്കളോടും എനിക്ക് ആവശ്യപ്പെടാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്: ജീവന്റെ വിലയെ മനസ്സിലാക്കുക. അത് എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ആ വിലയെ തിരിച്ചറിയാതിരിക്കാൻ പാടില്ല. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഷീ വിൽ മേക്ക് യു പ്രൗഡ്. 100% ഗൗരിയിലൂടെ മാതാപിതാക്കൾ അറിയപ്പെടുക എന്നുള്ളൊരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്, അല്ലേ? അപ്പം ഈ ഒരു ഷോ എന്ന് പറയുന്നത് അതിനോട് തുടക്കമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം പലപ്പോഴും നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സാധാരണ ഒരു ഫിസിക്കലി കുഴപ്പമൊന്നുമില്ലാത്ത കുട്ടികളെ തന്നെ പാരൻസ് എപ്പോഴും പറയും, എന്തൊരു അല്ലേ, അങ്ങനെ ഒരു മടുപ്പ് പെട്ടെന്ന് വരുന്ന പാരൻസ് ഉണ്ട്. അതേ സമയത്ത് ഇതുപോലെ വളരെ സഹനത്തോടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ തന്നെ, ഇതിൻ്റെ അകത്ത് സഹനം എന്നുള്ള വാക്ക് നമ്മൾ ശരിക്കും ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് പറയും. ഇവരുടെ ഒരു സഹനത്തിനപ്പുറത്ത് ഇവരുടെ ഒരു ആ ത്യാഗത്തിലുള്ള ഒരു വലിയ സന്തോഷം ഇവർ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അതായിരിക്കും എനിക്ക് തോന്നുന്നൊരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു നല്ല ഒരു ഇതെന്ന് പറയുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകളുടെ നടുവിലൂടെ കടന്നു പോയപ്പോൾ ഇവര് ആ കഷ്ടപ്പാടുകളിൽ ഗൗരിക്കുട്ടിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സന്തോഷം, എൻ്റെ മോക്ക് വേണ്ടിയിട്ടല്ലേ, എൻ്റെ മോളെ ഞാൻ സപ്പോർട്ട് ചെയ്യുമല്ലേ. ഈ നോർമലി പേരൻറ്റിങ്ങിൻ്റെ ഒക്കെ സമയത്ത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ കഷ്ടപ്പെട്ടാണോ പിള്ളേരെ വളർത്തുന്നത്, അത് ഇഷ്ടപ്പെട്ടാണോ പിള്ളേരെ വളർത്തുന്നത്? ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും, ഒപ്പം തന്നെ ഇവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ്, ഇവര് ഭയങ്കര ഇഷ്ടമാണ് ഇവളോട്. ഓക്കെ, ദേ ലവ് ഹർ ലൈക്ക് എനിത്തിങ്. അവിടെയാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഇത്രയും വളരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഗൗരിക്കുട്ടിയുടെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് നമുക്ക് എന്താണ് ഗൗരിക്കുട്ടി നെക്സ്റ്റ് നമുക്ക് വേണ്ടി ചെയ്യാൻ? ശാസ്ത്രീയ സംഗീതത്തിൽ തുടങ്ങാണ് അല്ലേ? ഓക്കെ. രഘുവംശ സുധാംബുധി ചന്ദ്രശ്രീ രഘുവംശ
സുധാംബുധി ചന്ദ്രശ്രീ രഘുവംശ സുധാംബുധി ചന്ദ്ര ശ്രീരാമ രാജരാജേശ്വര രഘുവംശ സുധാംബുധി ചന്ദ്രശ്രീ ആഘമേഘമാരുതശ്രീകരാ 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 ആസുരേശ മൃഗേന്ദ്രധരാ ആസുരേശ മൃഗേന്ദ്രധരാ വിനുത സാരിമ ഗാരി സരി രിമഥ ധനി ഗപ സാനി ദപ മഗ പമഗരി സരി രി മഥ ധനി ഗപ സരി രി മഗ ഗരി രി സാനി നി ദ പമഗരി സരി മഗരി സരി രി മഥ ധനി ഗപ സാനി ദ പമഗ പമഗരി സരി രി മഥ ധനി ഗപ സരി രി മഗ ഗരി രി സാനി നി ദ പമഗരി രഘുവംശ സുധാംബുധി ചന്ദ്ര ശ്രീ മോള് ഒത്തിരി ഹേർഡിൽസ് നിങ്ങൾ താണ്ടിയിട്ടാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു ലെവലിൽ മോളെ കൊണ്ടുവന്നേക്കുന്നതെന്നറിയാം. അപ്പോൾ റീസെൻ്റായിട്ട് ഒരു വലിയൊരു സർജറി ഉണ്ടായിരുന്നു അല്ലേ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? മോൾക്ക് സഹിക്കാൻ വയ്യാത്ത ബോഡി പെയിനും ഇരിക്കാനേ പറ്റില്ലായിരുന്നു. അപ്പം പല ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, പെയിൻ കില്ലർ കഴിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയിലൊരു ഡോക്ടർ ദിലീപ് സാറ് നല്ലൊരു സർജൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കണ്ടു. അവിടെ വെച്ച് ആദ്യം ഒരു 11 ദിവസം അവിടെ അഡ്മിറ്റ് ആയപ്പോഴാണ് ഇത് എന്താണെന്നുള്ളത് ക്ലിയറായിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിന് സർജറി വേണം. സർജറി പ്രശ്നം ഒന്ന് ടെതേർഡ് കോഡായിരുന്നു, പിന്നെ സ്കോളിയോസിസ്. അപ്പോൾ അതിന് 2 സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് മോളുടെ അവസ്ഥ? ഈ വേദനയാണ്, പെയിനാണ്. ഇരിക്കാനേ പറ്റുന്നില്ല, ഇരിക്കാനും പറ്റില്ല, കിടക്കാനും ഒന്നും പറ്റില്ലായിരുന്നു. എപ്പോഴും പെയിൻ, രാത്രി ഉറക്കമൊന്നുമില്ലായിരുന്നു. ഈ പെയിൻ കില്ലർ കഴിച്ചാൽ ആദ്യം പെയിൻ കില്ലർ കഴിച്ചു കഴിഞ്ഞാൽ റിലീഫ് കിട്ടായിരുന്നു. പിന്നീട് പെയിൻ കില്ലർ കഴിച്ചാലും എത്ര നാളുകളായി ഇത്? അങ്ങനെ ഏതാണ്ട് ഒരു 8-9 മാസം അങ്ങനെ പോയി. അപ്പം മോളും വളരെ അപ്സെറ്റ് ആയിരുന്നു ആ സമയത്തൊക്കെ. വളരെ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നു. പിന്നെ അന്ന് നീ സാറിനൊക്കെ പോയി കാണും, സാറിനെ കാണും, അതിൻ്റെ എല്ലാം സാറ് കാരണമാണ് ഇപ്പം മോൾ ഇത്രയും ഒരു മെൻ്റലി ഇത്രയും പവർ കിട്ടിയത്. അപ്പം അങ്ങനെ അവിടെ അഡ്മിറ്റായി. അപ്പോൾ 2 സർജറി ഉണ്ടായിരുന്നു. ഒരു ദിവസം ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ അത് രണ്ടും വളരെ സമയമെടുത്ത് ചെയ്യേണ്ട സർജറിയാണ്. അതുകൊണ്ട് ആദ്യത്തെ സർജറി ആണ്ട് 12 മണിക്കൂറുണ്ടായിരുന്നു. രണ്ടാമത്തെ ആ സെയിം അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വീണ്ടും കോൺഷ്യസ് ആയില്ല, വീണ്ടും അനസ്തേഷ്യ തന്നെയായിരുന്നു. അതിനുശേഷം അത് 16 മണിക്കൂറുണ്ടായിരുന്നു സർജറി. ആദ്യത്തെ 12 മണിക്കൂർ, പിന്നെ കണ്ടിന്യൂസ് 16 മണിക്കൂറുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ സർജറി ഉദ്ദേശിച്ചാലും വളരെ സക്സസ് ആയിരുന്നു. ഇപ്പം നമുക്ക് വളരെ നല്ല റിലീഫ് ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഇതൊരു 2-3 months അല്ലേ ആയിട്ടുള്ളൂ അല്ലേ? അത്രേ ആയിട്ടുള്ളൂ. ഇത്ര പെട്ടെന്ന് റിക്കവർ ചെയ്ത് അല്ലേ? അത് കഴിഞ്ഞ ശേഷം അത് ഇൻഫെക്ഷൻ ആയിരുന്നു, ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വീണ്ടും 5-6 സർജറി കൂടെ ചെയ്യേണ്ടി വന്നു. അത് ചെറിയതാണ്, ഓപ്പൺ ചെയ്യേണ്ടി വന്നു, വീണ്ടും റീ ഓപ്പൺ ചെയ്യേണ്ടി വന്നത്. ശരി. എന്തായാലും ഏറ്റുമാനൂരിൽ നിന്ന് നമ്മുടെ ഈ ഷോന് വേണ്ടി ഇപ്പം ഇവിടെ വന്നിരിക്കുകയാണ് അല്ലേ? അപ്പം ആ സമയത്തും വളരെ അത് കഴിഞ്ഞപ്പോൾ ഈ 2 മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്ത് ഒരേ കിടപ്പായിരുന്നു.
അപ്പോഴും വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു അവള്. ഇത് എന്തുകൊണ്ട് ഇത്രയും നാളെടുക്കുന്നത്, ഡിസ്ചാർജ് ചെയ്യാൻ ഇത്ര സമയം എടുക്കുന്നുണ്ട്, മുറിവ് ശരിക്കും ഉണങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ജസ്റ്റിൻ സാറുമായിട്ട് ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു, ഫോണിൽ കൂടെ മോള് കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊരു ഒരു വലിയ കാര്യം സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവളുടെ കഴിവുണ്ടല്ലോ, ഇവള് ഈ മൗത്ത് ഓർഗൻ വെച്ച് അതല്ലെങ്കിൽ ഈ ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒക്കെ എന്താണ് ഇത് ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുമായിരുന്നു. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ അത് കേൾക്കണമെന്ന് ഞാനിങ്ങനെ അവളോട് പറയും. അപ്പോൾ അവൾ എന്ത് ചെയ്യും, ഇത് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു തരും. അപ്പൊ ആ മനസ്സിനെ എന്താണ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടത്തുന്നതിന് വേണ്ടിയിട്ട് അവള് തന്നെ ശ്രമിക്കുകയും ചെയ്തു കേട്ടോ. മോളിപ്പോ ഹോസ്പിറ്റലിലായിരുന്നപ്പോ ഒത്തിരി പെയിന്റിങ്സ് ഒക്കെ വരച്ചു അല്ലേ? അപ്പൊ അത് ഒന്ന് കാണിക്കാമോ? ഈ പെയിന്റിങ്ങുകളെല്ലാം അവള് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ വരച്ച പെയിന്റിങ്ങുകളാണ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഇങ്ങനത്തെ സ്റ്റേറ്റിൽ കൂടി കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ടാവും നമ്മുടെ പ്രോഗ്രാം കാണുന്നത്. അപ്പം ഇങ്ങനെ ഒരു എക്സ്പേർട്ട് സഹായം നമ്മൾ നേടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മോള് അക്സെപ്റ്റ് ചെയ്തു, പാരന്റ്സും ഒപ്പം തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഒരു സ്റ്റേറ്റിലെ പാരന്റ്സ് തന്നെ ഭയങ്കര ഒരു ഇമോഷണൽ ഔട്ട്ബസ്റ്റിലായിരിക്കും. അതിൻ്റെ ഇടെ അങ്ങോട്ട് കുറേ കൊടുക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇവരെ രണ്ടു കൂട്ടരെ ഹാൻഡിൽ ചെയ്തത്? അതായത് ഒരു എക്സ്പേർട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ധൈര്യം കൊടുക്കുക, ആ വ്യക്തിക്ക് ധൈര്യം കൊടുക്കുക. ഇപ്പം ആ ധൈര്യം എങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് അടുത്തിടപഴകുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവരുടെ വീട്ടിൽ പോകാറുണ്ട്, ഇവരെൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി പോലെയുള്ള ഒരു ബന്ധം, ഒരു കുടുംബ സുഹൃത്തുക്കൾ എന്നുള്ളൊരു ബന്ധം നമ്മളൊരു 2.5 വർഷം 3 വർഷത്തോളമായിട്ടുള്ള പരിചയമാണ് ഞങ്ങൾ തമ്മിൽ. അപ്പം ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി വിളിക്കും. എനിക്ക് എന്താണ് വാട്സപ്പ് അയക്കാൻ അവൾ ഫ്രീഡം കാണിക്കും. ഓക്കെ, അതല്ലെങ്കിൽ മെസ്സേജ് ഗുഡ് മോർണിംഗ് പറയാനുള്ള ഫ്രീഡം കാണിക്കും. അങ്ങനെ എന്താണ് ഒരു നല്ലൊരു ബന്ധം, ഒരു നല്ലൊരു റാപ്പോ ബിൽഡിങ്. ആ റാപ്പോ ബിൽഡിംഗ് പ്രോസസ്സ് നടക്കുമ്പോഴാണ് ശരിക്കും എന്താണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് മനസ്സിലൊരു തോന്നലുണ്ടാവുക. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും ഇവരെ ക്ലയൻ്റായിട്ട് കാണരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്ന് വെച്ച് നമ്മൾ അവരുടെ ഇമോഷനിൽ മുങ്ങിത്താന്ന് പോകുവാനും ചെയ്യാനും പാടില്ല. അങ്ങനെയുണ്ട്. ഇവരുടെ ഒപ്പം ഇരുന്ന് ഞാൻ കരയുകയല്ല വേണ്ടത്. ഇവർക്കൊരു സുഹൃത്തായിട്ട്, ഒരു സപ്പോർട്ടറായിട്ട് എപ്പോൾ ഒരു കോച്ചിന് അല്ലെങ്കിൽ ഒരു കൗൺസിലർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ആൾക്ക് മാറാൻ പറ്റുമോ അപ്പോഴാണ് അവിടെ വിജയം ഉണ്ടാവുക. അപ്പം ഞാൻ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഒരു ഒറ്റ സിറ്റിങ്ങിൽ ഞാൻ വളരെ ഡിപ്രസ്ഡ് ആണ്, ഒരൊറ്റ സിറ്റിങ്ങിൽ എൻ്റെ കാര്യം കഴിഞ്ഞ് പോയാൽ അങ്ങനെ പലരും ചിന്തിക്കും. എന്നിട്ട് ഒരു പ്രാവശ്യം വന്ന് കണ്ടു കഴിയുമ്പോൾ പിന്നെ പറയും കാര്യമൊന്നുമില്ല. അങ്ങനെ അല്ലാതെ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു ഓൺഗോയിങ് പ്രോസസ്സാണ് അല്ലേ? എപ്പോൾ ആവശ്യമുണ്ടോ അപ്പൊ ഒന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കാര്യം. എന്നാൽ ചില കേസുകളിലുണ്ടല്ലോ, ചില കേസുകളിൽ നമ്മൾ ഒരു സിറ്റിംഗ് കൊണ്ട് തന്നെ പ്രശ്നം സോൾവ് ആകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺവാണ്ടഡ് തോട്ട്സ് ഉണ്ടാകുന്നു. ആ തോട്ട്സ് ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് മനസ്സിൽ കിടക്കുന്നതിൻ്റെ പേരിലാണ്. ആ ഇൻസിഡൻറ്റ് നമ്മൾ എടുത്തു കളഞ്ഞ് കഴിയുമ്പോൾ, അതിനെ ഡീസെൻസിറ്റൈസേഷൻ പ്രോസസ്സിലൂടെ ഇല്ലാതാക്കി കഴിയുമ്പോൾ പിന്നെ പ്രശ്നമില്ല. പക്ഷേ ഗൗരിക്കുട്ടിയുടെ കാര്യം എന്ന് പറയുന്നത് ചില സമയത്ത് ഇതിനെക്കുറിച്ച് ഓർക്കും അല്ലേ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ, അതല്ലെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് പോയി കഴിയുമ്പോൾ എൻ്റെ കൂട്ടുകാരെന്നെ അവർ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി പിണങ്ങിയില്ലോ, ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ വരുന്ന സമയത്ത് അവർക്കൊരു ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം എന്ന് പറയുന്നത് വിളിക്കാനും സംസാരിക്കാനും, മാതാപിതാക്കളാണെങ്കിൽ അതിന് ആ ഒരു സപ്പോർട്ട് കൊടുത്ത് കോച്ചിന്റെ അടുത്ത് പോകുവാനും ഉള്ള ഒരു മനസ്ഥിതി ഉണ്ട്. അപ്പൊ അതാണ് ശരിക്കും സംഭവിക്കേണ്ടത്. അപ്പം നമ്മുടെ മോള് ഒത്തിരി ഷീസ് എന്താ പറയാ ഒരു പവർ ഹൗസ് ആണ് അല്ലെ, ഒത്തിരി ടാലൻസ്. അപ്പം എങ്ങനെയാണ് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് എങ്ങനെ ഇത് കൊണ്ടു നടക്കുന്നു? ഇത്രയും കാര്യങ്ങൾ 1-2 അല്ലല്ലോ, പഠിത്തത്തിന്റെ ഒപ്പം ഈ കല, അങ്ങനെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്? ഞാനൊരു ടൈം ടേബിള് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം മോള് സർജറിക്ക് ശേഷമാണ് മോളും ആ ഒരു സാറ് പറഞ്ഞ ഒരു ടൈം ടേബിൾ കീപ്പ് ചെയ്ത് തന്നെ മോള് പോവുക. പിന്നെ മോളെ 10th ആയതുകൊണ്ട് മോൾ ഒരുപാട് ടെൻഷനായിരുന്നു. ഈ ഒരു വർഷം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഒരു സെപ്റ്റംബർ ഒക്കെ ആയപ്പം മോള് പഠിക്കണ്ട എന്നുള്ളൊരു വിചാരത്തിൽ തന്നെയായിരുന്നു. മോളെ ഇനി വേണ്ട, എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷെ മോളെ മാനസികമായിട്ട് എല്ലാം കൊണ്ടും സാറും പിന്നെ മോളുടെ ഒരു ടീച്ചർ, മോള് പഠിച്ചിരുന്ന സ്കൂളിലെ തന്നെ
മുൻ പ്രിൻസിപ്പൽ ടീച്ചർ നല്ല മെൻ്റൽ സപ്പോർട്ട് മോൾക്ക് കൊടുത്തുകൊണ്ട് മോളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു പഠിക്കുന്നതിന് വേണ്ടി. ടീച്ചർ നന്നായിട്ട് ആദ്യം വളരെ എളുപ്പമുള്ള പോർഷൻസ് എടുത്ത് മോക്കത് പറ്റും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ടീച്ചർ ഫോണിൽ കൂടെയും എല്ലാം എപ്പോഴും വീട്ടിൽ വരികയും ചെയ്യും അല്ലേ? വീട്ടിൽ വന്നും ഒക്കെ ഇടയ്ക്ക് വന്ന് മോക്ക് നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നു. കുറേ ആയപ്പോൾ മോക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആയി തുടങ്ങി. മാഡം ഈ നല്ല ടീച്ചേഴ്സിന്റെ പേരും കൂടി നമ്മൾ അറിയണം. ആ ടീച്ചറിന്റെ പേരും കൂടി ഒന്ന് പറഞ്ഞാൽ. സുശീല ബാലകൃഷ്ണൻ എന്നാണ് ടീച്ചറിൻ്റെ പേര്. ടീച്ചർ എന്നും മോളെ വിളിക്കും, എന്നും ഫോണിൽ കൂടി മോക്ക് നല്ല സപ്പോർട്ടാണ് കൊടുക്കുക. ടീച്ചർ ഒരു മറ്റ് കൂടെയുള്ള കുട്ടികളൊക്കെ 6 മാസം 7 മാസം പഠിച്ച ആ ഒരു പോർഷൻ ടീച്ചർ 1.5 മാസം കൊണ്ട് മോളെ പഠിപ്പിച്ചെടുത്ത് മോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു. ടീച്ചറോടൊപ്പം തന്നെ മോള് സഞ്ചരിച്ച ടീച്ചറും വളരെ ഇപ്പോഴും ടീച്ചറുണ്ട്, എപ്പോഴും മോളുടെ ഒപ്പം ആ ടീച്ചർ നല്ല സപ്പോർട്ട് കൊടുത്തിട്ട് ഉണ്ട്. ഹാഫ് ഇയർലി എക്സാം എഴുതാൻ മോൾക്ക് പറ്റി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മോൾക്ക് ക്ലാസ്സിൽ കയറിയില്ല, വണ്ടിയിലിരുന്നിട്ട് തന്നെ സ്കൂളിൽ ചെന്നിട്ട് വണ്ടിയിലിരുന്ന് മോൾ എക്സാം എഴുതി. എന്നും ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ പോലെ തന്നെ അവൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്തു. ഇപ്പം മോഡൽ എക്സാം നടക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വിവേകാനന്ദ പബ്ലിക് സ്കൂൾ, കുറുമുള്ളൂർ. ഇപ്പം ഞാൻ നേരത്തെ സാറിനോട് ചോദിച്ചപ്പോഴേ പറയായിരുന്നു ഇത് ഒരാത്മാവും 2 ശരീരവുമാണെന്ന്. തീർച്ചയായിട്ടും. അപ്പോൾ മോളെ നോക്കുന്ന സമയത്ത് മറ്റേ മൂത്ത ഒരു മോളും കൂടി എനിക്ക് അതേ സമയം തന്നെ മൂത്ത മോൾക്കും കെയറിങ് കൊടുക്കണം. മീൻസ് മോള് പ്രഗ്നൻ്റ് ആയിരുന്നു, ഇപ്പം ഡെലിവറി കഴിഞ്ഞു, 1 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മാനേജ് ഞാൻ എൻ്റെ ശ്രദ്ധ വേണം, മോൾക്കും വേണം. ഞാൻ ശരിക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ശരിക്കും 2 പേരും ഒരേപോലെ തന്നെ എനിക്ക് ഇപ്പോഴും നോക്കാൻ പറ്റുന്നുണ്ട്. 2 പേരിലും നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് എന്താ? ഒന്ന് താഴേക്ക് നമ്മൾ ചില സമയത്ത് നമ്മൾ പിടിവിട്ടു പോകുമല്ലോ എല്ലാം കൂടി വരുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് അതൊന്ന് തിരിച്ച് നമ്മൾ ആ ചാർജ്ഡ് ആവണത്? എൻ്റെ ചേച്ചി, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, അവർ ഞങ്ങളോടൊപ്പം എപ്പോഴും കൂടെ ഏത് ആവശ്യത്തിനും വിളിച്ചാൽ ഓടി വരും. പിന്നെ എൻ്റെ മോന് തന്നെയാണ് ഞാൻ പറയാറുള്ളത്. എൻ്റെ മകളുടെ ഹസ്ബൻഡിന് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ ഇത്രയും ഒരു സപ്പോർട്ട് എൻ്റെ മോനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. സത്യം പറഞ്ഞ എപ്പോൾ വിളിച്ചാലും ഏത് തിരക്കും മാറ്റി വെച്ച് ഞങ്ങളോടൊപ്പം അവൻ ഇന്നും ഉണ്ട്. അപ്പൊ 2 പെൺമക്കളും 1 മോനുമാണ് അല്ലേ? അപ്പൊ നമ്മള് ഇപ്പൊ ഇങ്ങോട്ട് ഇവരെ കൊണ്ടുവരാനും എല്ലാത്തിനും കാരണം വേറൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാള്. പക്ഷെ അപ്പൊ എങ്ങനെയാണ് ഫാമിലിയുടെ സപ്പോർട്ട് നമ്മുടെ മോളെ ഇങ്ങനെ വളരെ നന്നായിട്ട് വന്നതെന്നുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. മോനെ നമുക്കൊന്ന് വിളിക്കാം അല്ലേ? ആളുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്, സ്വന്തം ബ്രദറിന്റെ പോലെയാണ് അനന്തുവിന് എങ്ങനെ ഒരു പുതിയ കുടുംബത്തിലേക്ക് വന്നു, ഇവരെ സ്വന്തം പോലെ കരുതി ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ പറ്റുന്നു? അതങ്ങനെ ഒരു വലിയ കാര്യമായിട്ടോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ജസ്റ്റ് എനിക്ക് എന്താണ് ഒരു അനിയത്തി പോലെ തന്നെ, അനിയത്തിയാണ് എൻ്റെ. അപ്പോൾ ഒരു അനിയത്തിയോട് എങ്ങനെ എൻ്റെ അനിയത്തിക്കാണ് അല്ലെങ്കിൽ ഞാൻ ഉണ്ടായ കൂടെ ഒരു സിബ്ലിങ്ങാണ് എൻ്റെ. അപ്പോൾ അവൾക്കൊരു വിഷമം ഉണ്ടായാൽ ഞാൻ തന്നെയല്ലേ കൂടെ നിൽക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റോടെ തന്നെ ഞാൻ അവളെ കാണുകയും അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്നാൽ കഴിയുന്ന അത്രയും ചെയ്തു കൊടുക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ചെയ്യുകയും ചെയ്യും. എനിവേ യു ആർ എ ഗ്രേറ്റ് ബ്രദർ കേട്ടോ. നമുക്കിങ്ങനെ സ്വന്തം മാതാപിതാക്കൾ ചെയ്യുന്നതിൽ നമുക്കൊരു ഇതുണ്ട്, വരുന്ന ചേട്ടനും കൂടെ അങ്ങനെ ചെയ്യുമ്പോഴേ. സോ എനിവേ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ഇതേപോലെ ഉള്ള കുഞ്ഞുങ്ങളെ പാരൻസിൻ്റെ ഭാഗത്തുനിന്നും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ കുട്ടികൾ മറ്റുള്ള കുട്ടികളെക്കാൾ ഉപരിയായിട്ട് ഒരുപക്ഷെ കഴിവുകളുള്ള കുട്ടികളാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അവർക്ക് കൊടുക്കേണ്ട സാഹചര്യം നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർ എത്തിപ്പെടുന്ന മേഖലകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു വ്യക്തി എത്തുന്നതിനേക്കാളും അപ്പുറമാണെന്ന് നമ്മുടെ ഗൗരിക്കുട്ടിയും അതുപോലെ തന്നെ ഈ ലോകത്തുള്ള മറ്റുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാവണം.
ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഒരുപാട് സ്നേഹത്തോടു കൂടി നമ്മൾ കാണണം. അവർക്ക് വേണ്ടുന്ന സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കളും അധ്യാപകരും ഇതിന് മുൻകൈ എടുക്കണം. കാരണം നിങ്ങളാണല്ലോ അവരുടെ ഒന്നാമത്തേതും രണ്ടാമത്തേതുമായിട്ടുള്ള പേരൻസ് എന്ന് പറയുന്നത്. അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ, സമൂഹത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ സ്ഥിരമായ രീതിയിൽ ഒരു കൺക്ലൂഷൻ പറഞ്ഞ് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നില്ല. നമ്മുടെ ഗൗരിക്കുട്ടിയുടെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസിലൂടെയാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓർക്കേണ്ട ഒരു കാര്യം മാത്രം, ത്യാഗത്തിലൂടെ സ്നേഹവും, സ്നേഹത്തിലൂടെ ത്യാഗവും പ്രകടമാകുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മോൾക്കും പാരൻസിനും ഫാമിലിക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ബീയിങ് ഓൺ our show. താങ്ക് യു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം